അപ്പോൾ 2 ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത് വേറൊന്നുമല്ല, ജസ്ന സലീമിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറച്ചൊന്ന് തിരക്കായിരുന്നു. ആ കാര്യം നിങ്ങളോടും കൂടി പറയാം, പക്ഷേ ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോസ് അങ്ങനെ ഇടാത്തത്. അതിൻ്റെ സത്യാവസ്ഥ ഒക്കെ മനസ്സിലായിട്ട് വേണം നിങ്ങളോട്. എന്തായാലും ഒരു കാര്യം സത്യസന്ധമാണ്, ആ കെട്ടിയിട്ട് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ ഒരു സംഭവമല്ലേ, ആ ഒരു സംഭവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. മുഴുവനായിട്ടും ഇവൾ പച്ച കള്ളത്തിയ എന്ന് തെളിയിക്കുന്ന ഒരു വോയിസും അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇപ്പം അല്ല, അത് കുറച്ച് ഒന്നാവട്ടെ, പിന്നെ ഇനി അടുത്ത ആത്മഹത്യ നാടകം കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് എന്തായാലും അതിനെപ്പറ്റിയായിരിക്കണം അടുത്ത ചർച്ച. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളോടത് പറഞ്ഞിരിക്കും. കാരണം നിങ്ങളെയാണല്ലോ പറ്റിക്കുന്നത്, പ്രേക്ഷകരെയാണല്ലോ പറ്റിക്കുന്നത്. ഒരു കോഴിക്കോടൊരു പരിപാടിയിൽ ഇവളെ ചിത്ര മത്സരത്തിന് വിളിച്ച സമയത്ത് ഇവൾ കൈവറക്കുന്നു പോലും, കൈവറ പറ്റില്ല, കൈവറയുക പോലും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വരച്ചിട്ട് കൊണ്ടുത്തരാമെന്ന്. നല്ല ഐഡിയ അല്ലേ? പിന്നെ ഇവൾക്ക് ചിത്രം വരക്കാൻ പഠിപ്പിച്ച ആളെ ഫോൺ നമ്പറൊക്കെ കിട്ടി, അയാളെ വോയിസും എനിക്ക് കിട്ടീന്. അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും ശരി. പിന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ച അയാളെ ഒരു ഫ്രണ്ടില്ലേ, പരിചയപ്പെടുത്തി കൊടുത്തൊരു ഫ്രണ്ട്, അയാളെ നമ്പറും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കണമല്ലോ, അതല്ലേ നല്ലത്. അപ്പോൾ അതിൻ്റെ പിറകെയായിരുന്നു ഗൈസ് 2 ദിവസം. അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കാം. പിന്നെ അരുണിൻ്റെ കല്യാണം, അതേത് പെണ്ണാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഓളെ കാലിട്ട് ആ വെള്ളം കുടിക്കണം, കാല് കഴുകിയ വെള്ളം. കാരണം ഇമാതിരി ജസ്ന സലീമിൻ്റെ അടുക്ക പോയി കിടക്കുകയും ഉരുളുകയും ഒക്കെ ചെയ്ത ആ സാധനത്തിനാണ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തൊലിക്കട്ടി ഭാരമുള്ള പെണ്ണായിരിക്കും. നമുക്ക് കാണാം. എന്തായാലും ജസ്ന അരുണിൻ്റെ സെറ്റപ്പ് തന്നെയാണ് ഈ അരുൺ എന്ന് പറയുന്നത്, അതിൽ സംശയമില്ല സുഹൃത്തുക്കളെ. കാലിൻ്റെ അകത്ത് പാദസരമിട്ട് കൊടുക്കുന്നു, കാല് കഴുകി കൊടുക്കുന്നു, പിന്നെ ഇനിയിപ്പം വായിൽ വെച്ച് കൊടുക്കുന്നു, വയറ് തൊട്ട് കളിക്കുന്നു. ഇതൊക്കെ ആങ്ങളമാർക്ക് പറ്റുമോ? നിങ്ങൾ പറ, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ആങ്ങളമാരുണ്ട്, പക്ഷേ സ്വന്തത്തിലുമുണ്ട് ബന്ധത്തിലുമുണ്ട്, എല്ലാതും ഉണ്ട് കൂടപ്പിറപ്പുകൾ. പക്ഷെ ഇമാതിരി ഇതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരാങ്ങളമാരും ചെയ്യുന്നത്. നമ്മളൊരു ഡിസ്റ്റൻസ് നോക്കും, എത്ര ആങ്ങളെയാണെങ്കിലും അല്ലേ, ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ സംസാരിക്കാം. ഞാനൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇത് നിങ്ങൾ കണ്ടില്ലല്ലേ? അല്ലല്ലേ. അപ്പം കൂടുതൽ വീഡിയോസുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ്. ഇനി ജസ്നയോട് ആത്മഹത്യ നാടകമൊന്നും ഇവിടെ വേണ്ട. ഈ നാടകം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒറിജിനലായിട്ട് ചത്തോളുക. ഓക്കെ.